സോണിയാഗാന്ധിയുടെ 10 ജൻപത് വസതിയിൽ നിന്നും പുറത്തിറങ്ങി മാധ്യമങ്ങൾക്ക് പോലും മുഖം കൊടുക്കാതെ തരൂർ ഒടുക്കം ഞെട്ടിക്കുന്ന തീരുമാനമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് കോൺഗ്രസിനെ തിരിച്ചടിച്ച് ഞെട്ടിക്കുന്ന ഒരു ചിത്രമാണ് ശശി തരൂർ പുറത്തുവിട്ടത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു നീക്കമാണോ തരൂർ നടത്തിയത് എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. കാരണം ആദ്യം തന്നെ കേരളത്തിലെ LDF സർക്കാരിനെയും കേന്ദ്രത്തിലെ മോദിയെയും കട്ടക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പുറത്തുനിന്ന് തരൂർ പിന്നീട് രാഹുലിന്റെ വിളിയിൽ 30 മിനിറ്റ് നേരം സംസാരിച്ചത്. എന്നാൽ തരൂർ മുന്നോട്ട് വെച്ച കാര്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് നിർബന്ധമുള്ള കാര്യമല്ലാത്തത് കൊണ്ട് തന്നെ ഒപ്പം ചേർന്ന് നിൽക്കൂ എന്നതിനപ്പുറത്ത് കൂടുതലൊന്നും തന്നെ രാഹുൽ പറഞ്ഞില്ല. മഞ്ഞുരുകിയില്ല എന്ന് തന്നെയാണ് മാധ്യമങ്ങളെന്ന് തുറന്നടിച്ചുകൊണ്ട് പറഞ്ഞത്. എന്നാൽ ഇവിടെ CPM വെച്ച വെള്ളം അങ്ങ് വാങ്ങിവെക്കുന്നതാണ് നല്ലത്. ഗുണം ചെയ്യുന്നത് CPM-നുമല്ല. ഇതുവരെ പറഞ്ഞത് CPM-ന്റെ കൂടെ ആയിരിക്കും, ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് വരാനിരിക്കുമ്പോൾ എന്നൊക്കെ തുടങ്ങി പലവിധ ചർച്ചകൾ രാജ്യത്തിനകത്ത് ഇങ്ങനെ നിറയുമ്പോഴാണ് തരൂറിന്റെ എക്സ്പോസ്റ്റ് വരുന്നത്, അതിലെ ചിത്രം വരുന്നത്, ആ ചിത്രത്തിനടിയിലെ അടിക്കുറപ്പും വരുന്നത്. ഇപ്പോഴിതാ തന്റെ എക്സിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് കോൺഗ്രസിനെ വെല്ലുവിളിക്കുകയാണ് വിശ്വപൗരനായ തരൂർ. ബ്രിട്ടന്റെ ബിസിനസ് ആൻഡ് ട്രേഡ് സ്റ്റേറ്റ് സെക്രട്ടറി ജോനാഥൻ ഡെയ്നോൾഡുമായി ഇന്ത്യൻ സഹമന്ത്രിയും വാണിജ്യ വ്യവസായ മന്ത്രിയുമായ പീയൂഷ് ഗോയലിനൊപ്പം വാക്കുകൾ കൈമാറാൻ കഴിഞ്ഞത് നല്ലതെന്നാണ് പറയുന്നത്. വളരെ കാലമായി സ്തംഭിച്ചു പോയിട്ടുള്ള സ്വതന്ത്ര വ്യാപാര ചർച്ച FTA പുനരുജ്ജീവിപ്പിച്ചു എന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട്. അത് ഏറ്റവും സ്വാഗതാർഹമാണ് എന്നുകൂടി ഫോട്ടോയ്ക്ക് ശേഷം അദ്ദേഹം കുറിപ്പടിയായി രേഖപ്പെടുത്തുമ്പോൾ സംഗതി ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. തിരുവനന്തപുരത്ത് നിന്ന് 4 തവണ MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എന്നും കോൺഗ്രസിന് തന്റെ സേവനം ആവശ്യമില്ലെങ്കിൽ പ്രസംഗ ടൂറുകളും പുസ്തകങ്ങളും ഉൾപ്പെടെയുള്ള മറ്റൊരുപാട് ഓപ്ഷനുകൾ തനിക്ക് ഉണ്ടെന്നും അദ്ദേഹം ഇതിനു മുമ്പ് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ആ വഴികൾ സ്വീകരിക്കുമെന്നും ധാരാളം ഓഫറുകൾ തനിക്ക് മുമ്പിൽ ഉണ്ട് എന്നും പറഞ്ഞ് തരൂർ പറഞ്ഞു വെക്കുമ്പോൾ പിന്നിൽ എന്താണ് എന്നിപ്പോൾ ഏറെക്കുറെ വ്യക്തമാവുകയാണ്. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിനൊപ്പം തരൂർ നിലയുറപ്പിക്കുമ്പോൾ ഇനി BJP-ക്കൊപ്പമോ എന്ന ചോദ്യത്തിനപ്പുറത്ത് BJP-ക്കൊപ്പമെന്ന് തന്നെ പറയാതെ പറയുകയാണ് ഒരു ചിത്രത്തിലൂടെ ശശി തരൂർ.